ഈ കാണുന്നത് ലെപ്പേർഡിൻ്റെയും ഈ കാണുന്നത് കടുവയുടെയാണ് കേട്ടോ. നല്ല ലൈറ്റിങ്ങിൽ മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നതാണോ. ഇപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നാ പാവത്താനെ പോലെയാന്ന് നോക്കി. ഇന്ത്യൻ വൈൽഡ് കവർ, അതിന് മലയാളത്തിൽ പറയുന്നത് കാട്ടുപോത്ത് തന്നെയാണ് കേട്ടോ. ഈ കുരങ്ങുകൾ എന്താണ് കഴിക്കുന്നതെന്ന് പലപ്പോഴും നമുക്കൊരു കൗതുകം തോന്നിയിട്ടില്ലേ. നിറയെ ആനിമൽസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് കേട്ടോ ഒന്നൊരു പിടിച്ചേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ബലപ്രയോഗം നടന്നതിൻ്റെ. കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടോ. മുഴുവൻ മുളം കൂട്ടമാണ്. മിക്കവാറും ഇതിനിടയ്ക്ക് ആനിമൽസിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആന കൊന്നവന്മാർ തിന്നു കഴിഞ്ഞു കേട്ടോ കുറേ. ഇതിന്റെ കഴുത്തിൽ സോർ സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ക്രോസ് ചെയ്ത് കാണാം അപ്പുറത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. പ്ലാവിന്റെ കുഞ്ഞിനെ പിടിച്ചേക്കുന്നുണ്ട്. ലൈവ് കണ്ടായിരുന്നു കേട്ടോ. കടുവയുടെ മൂവ്മെന്റ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ പറമ്പിക്കുളത്താണ് കേട്ടോ. പറമ്പിക്കുളം ടൈഗർ റിസർവിൽ ഒരു ട്രക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മഴക്കാലത്ത് പെരിയാറിൽ പോയിട്ട് ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്തിടയ്ക്ക്. അതുപോലെ മഴ മാറുന്നതിന് മുന്നേ അല്ലെ പച്ചപ്പ് മാറുന്നതിന് മുന്നേ പറമ്പിക്കുളത്ത് ഒരു ട്രക്കിംഗ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലുള്ള പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് വരണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ കൂടെ നേരിട്ട് വഴിയില്ല അങ്ങോട്ടേക്ക്. ആദ്യം നമ്മൾ തമിഴ്നാട് ചെല്ലണം. തമിഴ്നാട്ടിലെ ആനമലൈ ആ ഭാഗത്ത് ചെന്നിട്ട് അവിടുന്ന് സേത്തുമടൈ ചെക്ക് പോസ്റ്റ് വഴി വേണം നമുക്ക് നമ്മുടെ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. തമിഴ്നാടിൻ്റെ സേത്തുമടൈ ചെക്ക് പോസ്റ്റ് രാവിലെ 7 മണിക്ക് ഓപ്പൺ ആകത്തുള്ളൂ. 7 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അന്നേരം നമുക്ക് വണ്ടി കൊണ്ട് കയറി കഴിഞ്ഞാൽ പോകുന്ന വഴിക്കൊക്കെ ആനിമൽസിനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സേത്തുമടൈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പെർ ഹെഡ് 30 റുപ്പീസ്, അതുപോലെ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ 50 രൂപ ക്യാമറയ്ക്കും ഫീ ഒക്കെ അടയ്ക്കണം. അങ്ങനെ ഫീ അടച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് പറമ്പിക്കുളം ചെക്ക് പോസ്റ്റിലെത്തും. അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമറ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പെർ ഹെഡ് 15 റുപ്പീസ് അല്ലെങ്കിൽ പെർ വെഹിക്കിൾ 50 റുപ്പീസ്, അങ്ങനെ ചെറിയ ഫീസൊക്കെ 2 ചെക്ക് പോസ്റ്റിലും അടച്ച ശേഷം വേണം നമുക്ക് പറമ്പിക്കുളത്തെ ഇൻഫർമേഷൻ സെന്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വൈഡ് സൂം ചെയ്യണ്ട, നല്ല ഭംഗിയുണ്ട്. അതാണ് നമ്മളീ പോകുന്ന വഴിക്ക് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചെക്ക് പോസ്റ്റുകൾക്ക് ഇടയ്ക്കായിട്ട് ടോപ്പ് സ്ലിപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പാടെ അവിടെയും ഒരുപാട് എക്കോ ടൂറിസം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ പറമ്പിക്കുളത്തുള്ളതുപോലെ തന്നെ ട്രക്കിങ്ങും അതുപോലെ തന്നെ ഫോറസ്റ്റ് സ്റ്റേകൾ. നമ്മൾ മുന്നേ സ്റ്റുവർട്ട് ബംഗ്ലാവ് അമ്പുള്ളിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് സ്റ്റേകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ ഈ ടോപ്പ് സ്ലിപ്പിൽ ചെന്നിട്ടാണ് പോകേണ്ടത്. അതുപോലെ തന്നെ അവിടെ ഒരു നമുക്ക് സഫാരിയൊക്കെ എടുക്കാൻ പറ്റും. ബസ് സഫാരിയും അതുപോലെ ക്യാൻഡർ സഫാരിയൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വേണ്ടവർക്ക് ചെയ്യാം. നമ്മളതെല്ലാം മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ അതുപോലെ തന്നെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും സേതുമടൈ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറിയെങ്കിലും കാര്യമായ സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതേ മുകളിലിങ്ങ് എത്തിയപ്പോഴത്തേക്കുമാണ് കുറച്ച് മാനുകൾ കേട്ടോ. നല്ല ലൈറ്റിങ്ങിൽ മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നതുണ്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പുള്ളിമാനുകളെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ പെരിയാറിൽ പോയിട്ടുണ്ടെങ്കിൽ കാര്യമായി പുള്ളിമാനുകളെ കാണാൻ പറ്റില്ല എങ്കിലും ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് കുറച്ച് പുള്ളിമാനുകളെ തുറന്നു വിട്ടിട്ടുണ്ട്. അതവിടെ സർവൈവ് ചെയ്യുമല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് പതിയെ കാണാം. ഏതായാലും ഇവിടെ ഇഷ്ടംപോലെ പുള്ളിമാനുകളുണ്ട്. നമുക്ക് പോകുന്ന വഴിയിലെല്ലാം കാണാനും പറ്റും. നമ്മൾ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അടുത്തേക്ക് എത്താനായപ്പോഴത്തേക്കും വഴി സൈഡിൽ ഒരു കൂട്ടം കാട്ടുപോത്തുകളെ, ഇന്ത്യൻ വൈൽഡ് കവർ, അതിന് മലയാളത്തിൽ പറയുന്നത് കാട്ടുപോത്ത് തന്നെയാണ് കേട്ടോ. ഒരു കൂട്ടമുണ്ട്, സൈഡിൽ കൂടെ നിന്ന് പുല്ല് മേയുന്നുണ്ട്. നമ്മൾ പറമ്പിക്കുളത്ത് ഏത് പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ നേരെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെയാണ്. ട്രക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറസ്റ്റ് സ്റ്റേ ആണെങ്കിലും. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പം സഫാരിയോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ കൂടെ ഗൈഡ് ജോയിൻ ചെയ്യുന്നത്. നമ്മളിവിടെ ആനപ്പാടി ഇൻഫർമേഷൻ സെൻറ്ററിൽ വന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ഓൺലൈൻ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ട് നേരെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വൈൽഡ് ഡോഗ്സിൻ്റെ സൈറ്റിങ്സ്, അതും റോഡിൽ. നമ്മൾ റോഡിൽ നിന്ന് മാറിയിട്ടില്ല, അതിന് മുന്നേ തന്നെ ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സ് ഹണ്ടിങ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൾക്കാരെ വണ്ടി കണ്ടിട്ട് മെല്ലെ മാറിയതാന്ന് തോന്നുന്നു, റോഡിൽ തന്നെ കേട്ടോ. വൈൽഡ് ഡോഗ്സിനെ പറ്റി അറിയാലോ, അവർ ടാർഗറ്റ് ചെയ്താൽ പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും ഏരിയ പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ കാടിനകത്ത് എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. നമ്മളെ കണ്ടുകൊണ്ട് മാറി നിൽക്കും. ഇപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ പാവത്താനെ പോലെയാന്ന് നിൽക്കും. കാട്ടുപട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ജീവനോടെ ഞങ്ങളെ പിടിച്ച് തിന്നും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൂരമാണ്.
നമുക്ക് ഏതായാലും ഹണ്ട് കാണാൻ പറ്റിയില്ല. നമുക്ക് മുന്നേ വന്ന ചേട്ടന്മാർ ഇവിടെ വഴി നിന്ന് ആൾക്കാരെ പറഞ്ഞത് ഇവിടെ ഹണ്ടിങ് നടക്കുന്നുണ്ടെന്ന്. നമ്മൾ വന്നപ്പോഴത്തേക്കും അതുങ്ങൾ മാറി. ഇതിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ കില്ലുണ്ടോ അവിടെ? ആർത്തി ഒരെണ്ണം കില്ലുണ്ടാവും മിക്കവാറേ, കൊന്നിട്ടുണ്ടാവും. അതെ ഒടുവിൽ നമുക്ക് കൊന്നവന്മാർ തിന്നു കഴിഞ്ഞു കേട്ടോ. കുറേ മ്ലാവിൻ്റെ ചെറുതല്ലേ, മ്ലാവിൻ്റെ കുഞ്ഞിനെ പിടിച്ചിരുന്നുണ്ടോ. ലൈവ് കണ്ടായിരുന്നു കേട്ടോ, ജസ്റ്റ് മിസ്സാണ് നമുക്ക്. അതിൻ്റെ കണ്ണ് കണ്ടോ. നമ്മൾ വിചാരിച്ച പോലെ മാന്യല്ല കേട്ടോ, മ്ലാവിനെയാണ്. അതായത് സംഭാര ഡിയറിൻ്റെ കുഞ്ഞിനെയാണ് പിടിച്ചേക്കുന്നത്. ഓൾമോസ്റ്റ് കഴിച്ചു, കുറേ ഭാഗം കഴിച്ചു. എനിക്ക് തോന്നുന്നു അവന്മാർ ഫിനിഷ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അവർ മാറിയിട്ടുണ്ട്, പക്ഷേ തിരിച്ചു വരും. തിരിച്ചു വന്ന് ഇത് ഫിനിഷ് ചെയ്തിട്ടേ അവന്മാർ പോകത്തുള്ളൂ. അവിടെ ഇട്ട് പിടിച്ചു. വെള്ളത്തിൽ ചാടാനുള്ള അവസരം കിട്ടിയില്ല അല്ലേ? സാധാരണ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഓടിച്ച് വെള്ളത്തിൽ ചാടിക്കും. പിന്നെ അവിടെ കിടന്ന് ടയേർഡാക്കിയിട്ടാണ് പിടിക്കാറ്. ഇത് ചെറുതായതുകൊണ്ടാണ് തോന്നുന്നു, അതിന് മുന്നേ അവന്മാർ പിടിച്ചു. ഉണ്ടോ, ഇവിടുന്ന് കേട്ടോ അവന്മാർ പിടിച്ചേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ബലപ്രയോഗം നടന്നതിൻ്റെ എനിക്കൊന്ന് ചെറിയ അധികം കഷ്ടപ്പാട് പെടേണ്ടി വന്നിട്ടില്ലെന്ന് തോന്നുന്നു അവന്മാർക്ക്. ഉണ്ടോ, ഈ ഒരു ഭാഗത്ത് കുറച്ച് പിന്നെ പള്ളയും ചപ്പുമൊക്കെ മാറിക്കിടപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയ ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണം കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അധികം മെനക്കെടാതെ തന്നെ പിടിച്ചിട്ടുണ്ട് എന്തായാലും. ഉണ്ടോ, വൈൽഡ് ഡോഗിൻ്റെ ഹണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിരിക്കും. ഇത് ചകന്നതിന് മുന്നേ തന്നെ അതിൻ്റെ നല്ലൊരു ഭാഗം അവർ കഴിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം. പൊതുവെ അങ്ങനെയാണ്, ചെറുതും കൂടെയാണല്ലോ. അതുകൊണ്ട് അവന്മാർക്കൊരു വെല്ലുവിളിയേ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. ഉണ്ടോ, ചെറിയ ഇവിടെ പോകുന്ന കനാലിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ കണ്ടു. ഇനി ശല്യം ചെയ്യാതെ പോവുകയാണ്. കാരണം നമ്മളെ റോഡിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ അവന്മാർ ഇവിടുന്ന് മാറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവർ വന്ന് ബാക്കി കഴിച്ചോളും. അങ്ങനെ നമ്മൾ റോഡിൽ നിന്ന് വിട്ടിട്ട് നല്ല കാട്ടിലോട്ട് കയറിയിട്ടുണ്ടേ. ഏതായാലും ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ വൈൽഡ് ഡോഗ്സിൻ്റെ ഹണ്ടിങ് ഒക്കെ കിട്ടിയതുകൊണ്ട് നമ്മുടെ ട്രക്കിംഗ് കുറച്ച് ചാർജ്ഡായി എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടോ, കടുവയുടെയും ലെപ്പേഡിൻ്റെയും പഗ്മാർക്ക് ഒരുമിച്ച്. റൈറ്റ് സൈഡിൽ കാണുന്നത് ലെപ്പേഡിൻ്റെയും, ഈ മുകളിൽ കാണുന്ന വലുത് കടുവയുടെയും. ഇതെല്ലാം ഉള്ള സ്ഥലമാണ്, കടുവയും പുലിയൊക്കെ ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലായില്ലേ? ഇതുണ്ടോ, ഇതിവിടെ കാണുന്നതിൽ ഈ കാണുന്നത് ലെപ്പേഡിൻ്റെയും, ഇതുണ്ടോ ഈ കാണുന്നത് കടുവയുടെയാണ് കേട്ടോ. വലിപ്പ വ്യത്യാസം കണ്ടോ. അതിൽ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന അതും കടുവയുടെ തന്നെയാണ്. ഓക്കെ, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ചെറുത് ലെപ്പേഡിൻ്റെ. അങ്ങനെ കടുവയും ലെപ്പേഡും ഒരുമിച്ച് പോയിട്ടുള്ള വഴികളാട്ടോ. ഉണ്ടോ, പോകുന്ന വഴിയിലെല്ലാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം കയറി കിടക്കുകയാണ്. വെള്ളത്തിൽ മുഴുവൻ പായൽ കിടന്നിട്ട് നല്ല പച്ച നിറത്തിൽ കിടക്കുന്നുണ്ടോ. കാട് നല്ല കട്ടയ്ക്ക് ഫുള്ള് പച്ചപ്പാട്ടോ മഴ കാരണം. അങ്ങനെ നമ്മുടെ ട്രക്കിങ് വല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പറമ്പിക്കുളത്തെ ബെയർ പാത്ത് ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ട്രക്കിംഗ് ആട്ടോ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. മഴക്കാലമാണെങ്കിലും ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെയിലുണ്ടെന്ന് പറയാം. വീണ്ടും പഗ്മാർക്കാണോ? ഉണ്ടോ, വീണ്ടും പഗ്മാർക്ക്. ഇത്തവണ ഉണ്ടല്ലേ നല്ല വലിപ്പത്തിലുള്ള സാധനം. അതുണ്ടോ, ഇത് പുതിയതല്ല, 2 ദിവസം പഴയതാണ്. ഉണ്ടല്ലേ, കാട്ടുപോത്തുകൾ പോയേക്കുന്നതിൻ്റെയാണ് ഈ കാണുന്നത്. ഇവിടെ ചെളിയുള്ളതുകൊണ്ട് എല്ലാ മാർക്കും നല്ല വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. മീനുണ്ടോ?
ഈ ചെറിയ മീനുകളുണ്ട് കേട്ടോ വെള്ളത്തിൽ. ഇത് നമ്മൾ നടന്ന് ഒരു കലിങ്ങിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ ഇരുന്ന് ഇച്ചിരി നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നല്ല പോയാൽ മതി. എനിക്ക് ഇഷ്ടംപോലെ മുളകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മളിവിടെ അടുത്തുള്ളൊരു വയലിലേക്ക് ഇറങ്ങുവാണേ. വയലിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പറമ്പിക്കുളത്ത് പ്രധാനമായിട്ടും 3 ട്രക്കിംഗ് ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ബെയർപാത്ത് ട്രെയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ വേറെ 2 ഉള്ളത്. ഒരെണ്ണം എലഫൻറ്റ് സോങ് ട്രെയിൽ, അത് കുറച്ച് എന്നാ പറയണ്ടേ കയറ്റമൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടി നല്ല ഫോറസ്റ്റുമാണ് കേട്ടോ. കാടിൻ്റെ യഥാർത്ഥ ഒരു ആംബിയൻസ്, ഒരു റെയിൻ ഫോറസ്റ്റിൽ കൂടിയാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ബെയർപാത്ത് ട്രെയിൽ പ്രധാനമായിട്ടും നമ്മൾ പ്ലാന്റേഷനകത്തൂടെയാണ്, അതായത് തേക്ക് തോട്ടം ഉണ്ടല്ലോ ഇവിടെ, അത് പിന്നെ ഇതുപോലത്തെ വയലുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം പിന്നെ നമ്മുടെ പക്മാർ ട്രെയിൽ, ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത് കേട്ടോ. വയലിൽ മിക്കവാറും എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗൈഡ് മുരുകേശൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. എന്തായാലും നിരാശപ്പെടുത്തിയില്ല. ഒരു കൂട്ടം മ്ലാവുകൾ വെയിൽ പോകാതെ നിന്ന് പുല്ല് മേഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടോ. എനിക്കിതിൻ്റെ കഴുത്തിൽ സാധാരണ കാണുന്ന പോലെ തന്നെ നമ്മുടെ ആ സോർ സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച് വന്നത് മ്ലാവുകളെ ആയിരുന്നില്ല. അതായത് ഇവിടെ മിക്കവാറും കാട്ടുപോത്തുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലിയൊക്കെ ഉള്ളതുകൊണ്ട് ആനയോ കാണുമെന്ന് പറഞ്ഞാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏതായാലും അതിനെയൊന്നും കണ്ടില്ലെങ്കിലും ഒരു വലിയ കൂട്ടം മ്ലാവുകളെ നമുക്കിവിടെ കാണാൻ പറ്റി. മുഴുവൻ മുളങ്കൂട്ടമാണേ. മിക്കവാറും ഇതിനിടയ്ക്ക് ആനിമൽസിന് സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ആന. ഇഷ്ടംപോലെ മുളയുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വഴിയിൽ കാണാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മുരുകേശനാണ് കേട്ടോ ഫ്രണ്ടിൽ പോകുന്നത്. മുരുകേശൻ ഇവിടുത്തെ മികച്ച ഗൈഡുമാരിൽ ഒരാളാണ് കേട്ടോ. ഗൈഡ് മാത്രമല്ല, ആൾ ഒരു നാച്ചുറലിസ്റ്റും കൂടിയാണ്. ഒരുപാട് അറിവുകൾ നമുക്ക് പുള്ളി ഇതുപോലെ ട്രക്കിങ്ങുകളിലൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഞാൻ വരുമ്പോൾ മിക്കവാറും മുരുകേശന് ആണ് കൂടെ വരാറുള്ളത്. വെയിൽ ലെസർ അഡ്ജറ്റൻറ്റ് സ്റ്റോർക്ക് അല്ലെങ്കിൽ വയൽ നായ്ക്കൻ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന കൊറ്റി വർഗത്തിൽപ്പെട്ട വലിയ പക്ഷികളിൽ ഒരെണ്ണമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊരു ദേശാടന പക്ഷിയാണ്. ഓക്കെ, നല്ല വലിപ്പമല്ലേ, അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്റ്റോർക്കിനെ കാണാൻ വേണ്ടിയിട്ട്. നിറയെ ആനിമൽസ് ഉള്ള സ്ഥലമാണ്. ഇതുണ്ടോ, കണ്ടം പൂട്ടി പോലെ കിടക്കുന്നുണ്ടോ. ചെറിയൊരു ചാലും കൂടെ ഉള്ളതുകൊണ്ട് ഇതുണ്ടോ, ഇതൊക്കെ കാട്ടുപോത്തുകൾ കയറിപ്പോയ വഴിയാണ്. ഫ്രഷാണ്. ഇതുണ്ടോ, ഇതൊക്കെ പുതിയതാണ്. പുതിയെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും. അത് തന്നെ നോക്ക്, ഒന്ന് പോയി ചവിട്ടിയാൽ. മഴ കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ് കാടിനെ. കാരണം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഈ ഏരിയയിലിട്ട് കുറച്ച് ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസ് കൂടുതലുണ്ട്. ഒരു കൂട്ടം കാട്ടുപോത്തുകളെ ഇതുണ്ട് ഈ കാടിനിടയ്ക്ക്. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല, ശരിക്കും കണ്ടു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല, മൊത്തം ഓടിപ്പോയി. ഇതാട്ടോ ട്രക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം. നമ്മുടെ അനക്കം കേട്ടാൽ അവരോടിപ്പോവും. ട്രക്കിങ്ങിന് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ട്രക്കിങ്ങിൻ്റെ അത്രയും രസമുള്ള പരിപാടി വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് സ്റ്റേയിൽ പോയി നിന്ന് അവിടുന്ന് ആനിമൽസിനെ കാണുന്നതോ അല്ലെങ്കിൽ ഒരു സഫാരിയിൽ പോയി കാണുന്നതോ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ട്രക്കിങ്ങിൽ നമുക്ക് എന്ത് കിട്ടിയാൽ തന്നെ അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരിക്കും കേട്ടോ. കാരണം നടന്ന് ആനിമൽസിൻ്റെ ആവാസവ്യവസ്ഥയിൽ നിന്ന് അതിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഫീലാണ്. ഇത് കണ്ടില്ലേ എന്നാ രസമായി കുരങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. വെറും ഒരു കരിങ്കുരങ്ങ് അല്ലെങ്കിൽ എന്നാ പറയണ്ടേ കരിമന്തി എന്നൊക്കെ ചില സ്ഥലത്ത് പറയും.
അതാണ് നമ്മുടെ നീലഗിരി ലങ്കൂർ. അതിനെ തന്നെയാണെങ്കിലും നമ്മൾ നടന്നു പോയി അവിടെ നിന്ന് കാണുമ്പോഴേ ഭയങ്കര രസമാണ് കേട്ടോ. ഈ കുരങ്ങുകൾ എന്താണ് കഴിക്കുന്നതെന്ന് പലപ്പോഴും നമുക്കൊരു കൗതുകം തോന്നിയിട്ടില്ലേ? ഇതുപോലെ ഇലകളും തളിരിലകളും കായ്കളും ഒക്കെ ആട്ടോ കുരങ്ങ് കൂടുതലും കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഈ കാട്ടിക്കൂടെ നടന്നു പോകുമ്പോഴത്തേക്കും ആനിമൽസ് അറ്റാക്ക് ചെയ്യാറില്ലേ, റിസ്ക് ഇല്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാടാണ്, എല്ലാ ആനിമൽസും ഉണ്ട്, അതുകൊണ്ട് റിസ്ക് ഉണ്ട്. പക്ഷേ പൊതുവെ അങ്ങനെ ആനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വരാറില്ല കേട്ടോ. പ്രത്യേകിച്ച് കടുവയൊക്കെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടുവ പുലിയൊക്കെ മാറിപ്പോവാറാണ് പതിവ്. പിന്നെ ഈ അടുത്തിടയ്ക്ക് കടുവ പിടിച്ചെന്നുള്ള കേസുകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പരിക്കേറ്റ കടുവകൾ അല്ലെങ്കിൽ എന്നാ പറയണ്ടേ വയസ്സായ കടുവകൾ ഇര പിടിക്കാനൊക്കെ കഴിയാത്ത ആനിമൽസൊക്കെ ആണെങ്കിലാണ് മനുഷ്യർ നാട്ടിലിറങ്ങിയ മനുഷ്യർ നേരെ തിരികെയൊക്കെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പൊതുവെ ആൾക്കാരെ കണ്ടവയൊക്കെ മാറിപ്പോവാറാണ് പതിവ് കേട്ടോ. പിന്നെ ചില കേസുകളിൽ നമ്മൾ ആന, കരടി അങ്ങനെയുള്ള ആനിമൽസ് കാട്ടുപോത്തിൻ്റെയൊക്കെ മുന്നിലേക്ക് സർപ്രൈസിംഗ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് പെട്ടെന്ന് ചെന്ന് പെട്ടാൽ അവ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവയും മാറിപ്പോവാറാണ് പതിവ്. വെള്ളത്തിലിറങ്ങി ഇത് കണ്ടോ, കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടം വെള്ളത്തിലിറങ്ങി നിൽക്കുന്നുണ്ടോ? എന്നാ രസമല്ലേ? നിങ്ങൾ എത്ര കണ്ടാലും മതി വരത്തില്ല. കാട്ടുപോത്തെന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും പലരും വന്ന് കമന്റ് ഇടാറുണ്ട്. കാട്ടുപോത്തല്ല, നമ്മുടെ എന്നാ പറയണ്ടേ കാട്ടിയാണെന്ന് പറഞ്ഞിട്ട്. കാട്ടിന്ന് ചില സ്ഥലത്ത് ഇതിനെ വിളിക്കാറുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മലയാളത്തിൽ ഒഫീഷ്യൽ ഒരു നെയിം അല്ല, അംഗീകരിച്ചേക്കുന്ന ഒരു പേരല്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ വിളിക്കാറുണ്ടെന്നേ ഉള്ളൂ. മലയാളത്തിൽ ഇതിനെ പൊതുവെ പറയുന്നത് കാട്ടുപോത്തെന്ന് തന്നെയാണ്, പോത്തുവർഗം അല്ലെങ്കിലും. നമ്മളങ്ങനെ നടന്ന് ഒരു അരുവിയുടെ അടുത്തെത്തിയേ. നമുക്കിത് ക്രോസ് ചെയ്ത് കാണാം അപ്പുറത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഷൂ ഒക്കെ അഴിച്ചു വെച്ചില്ലെങ്കിൽ മൊത്തം നനയും, വേറെ ഓപ്ഷനില്ല. ഇനി അങ്ങനെ സാഹസികമായിട്ടുള്ള പുഴ ക്രോസിങ് നടക്കുന്നത് ട്രക്കിങ്ങിൻ്റെ കലാശക്കൊണ്ട് ഒരു സാഹസികതയോടു കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ സാഹസികത ഒഴുകി പോകുന്നുള്ളതല്ല, ചെറിയ വെള്ളമുള്ളൂ. ഉരുണ്ട് വീഴുമോ, ക്യാമറ നനയോ? അതെ അതെ അതെ, എടാ ക്യാമറ കഴുത്തെ കൂടി ഇടറാ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു റിസ്ക്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഉരുണ്ട് വീടാൻ മൊത്തം നനയും എല്ലാ സാധനങ്ങളും. നോക്കി, പുള്ളിമാനിൻ്റെ അലാം കോളെ അടുത്ത എവിടെയോ അപകടമുണ്ട്. ഈ മാനല്ല, ദൂരെ നിന്നാണ് അലാം കോൾ കേൾക്കുന്നത്. അപ്പോൾ പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസ് ചുറ്റുവട്ടത്ത് എവിടെയോ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കുറച്ച് നേരം നിന്നെങ്കിലും ഇതുണ്ടല്ലേ, ഞാൻ മാന് കുറച്ച് റിലാക്സ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ദൂരോട്ട് മാറിപ്പോയിട്ടുണ്ടാവും. കടുവയുടെ മൂവ്മെന്റ് ഉണ്ട്. തൊണ്ട പൊട്ടിച്ചാകുന്നു. കരിങ്കുരങ്ങടക്കം മലവെട്ടായി ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും പുള്ളിപ്പുലി ആവാനാണ് സാധ്യത. കാരണം കുരങ്ങന്മാർക്ക് മരത്തിൽ കയറിയിട്ട് അതിനെ പിടിക്കാൻ അത്രയ്ക്കും ത്രെറ്റ് ഉള്ളത് പുള്ളിപ്പുലിയുടെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് അവയെ കണ്ടാലാണ് മിക്കവാറും ലങ്കൂറൊക്കെ അലേർട്ട് ആവാറുള്ളത്. കുറച്ച് നേരം നോക്കിയെന്നെങ്കിലും കാര്യമായിട്ടൊന്നും കാണാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ യാത്ര തുടരുവാണേ. അലാം കോൾ കേട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ചുറ്റോടത്ത് എവിടെയോ പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. കടുവയോ പുലിയോ ആണ് മിക്കവാറും കാണാറുള്ളത്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ട്രക്കിങ് ബെയർപാത്ത് ട്രെയിൽ ട്രക്കിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, പറമ്പിക്കുളത്തെ ബെയർപാത്ത്. അപ്പം അതിൻ്റെ ചാർജ് വരുന്നത് 1900 രൂപയാണ് 5 പേർക്ക്. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. പറമ്പിക്കുളം ടൈഗർ റിസർവ്.org വെബ്സൈറ്റിലാണ്. അതുപോലെ വീക്ക് ഡേയ്സിലാണെങ്കിൽ ചാർജ് കുറവാണ്, 1500 രൂപ 5 പേരുടെ ചാർജ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറമ്പിക്കുളം ട്രക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രക്കിംഗ് പ്ലസ് പറമ്പിക്കുളം യാത്രയുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിൽ ഇടുക. ഇതുപോലത്തെ ഒരുപാട് ട്രക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സ്റ്റേ വീഡിയോസ്, സഫാരി വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. മിക്കതും വൈൽഡ് ലൈഫ് സ്പെസിഫിക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇത് പറമ്പിക്കുളം ഇവിടുത്തെ ട്രക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ .green വെബ്സൈറ്റും അതുപോലെ വാട്സപ്പ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്ത് വെച്ചിരുന്നേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.